ഹായ്. നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ അക്കൗണ്ടിങ്, അതായത് നമ്മളുടെ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് എന്നുള്ളൊരു സംഭവം അതൊരു 1 സെക്കൻഡിൽ, ഒരു 1 ക്ലിക്കിൽ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയവുമായിട്ട്, ഒരു കൺസെപ്റ്റ്, ആശയം മാത്രമല്ല പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് എൻ്റെ സുഹൃത്ത് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. CA മനോജാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം മനോജ്, നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമസ്കാരം, സ്വാഗതം. മനോജ് എന്താണ്, നോർമലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ പ്രാക്ടീസിങ്ങിന് ഇറങ്ങുന്നു. അപ്പോൾ മനോജ് എന്താണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എന്താണ് മനോജിന് പറയാനായിട്ടുള്ളത്? ഞാൻ ഒരു 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യാണ് തൃശ്ശൂര്. ഓക്കെ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫിനാൻസ് ഡൊമൈൻ്റെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക്, ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആൾക്കാർ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്. പക്ഷെ പ്രാക്ടിക്കലി അതിനോട് നീതി പുലർത്താനായിട്ട് ഒരു പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി വ്യക്തിപരമായിട്ട്. കാരണം നമ്മൾ കൂടുതലും സ്റ്റാറ്റ്യൂട്ടറി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടുതൽ, ഓഡിറ്റിംഗ് ആസ് എ പാർട്ട് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ഭാഗമായിട്ട് നമ്മൾ കീപ്പ് ഓൺ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിലാണ് ആസ് എ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഒരു ഫിനാൻഷ്യലിൻ്റെ ഒരു വാല്യൂ ആഡഡ് ആക്ടിവിറ്റി സർവീസ് എൻ്റെ ക്ലയൻസിന് കൊടുക്കാനായിട്ട് എനിക്ക് ഇഫക്റ്റീവ്ലി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോർ സം റീസൺ. പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ നല്ലൊരു വാല്യൂ ആഡഡ് സർവീസ്, ഫിനാൻഷ്യൽ വാല്യൂ ആഡഡ് സർവീസ് നല്ലൊരു കമ്മ്യൂണിറ്റിക്ക്, ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് ബ്രോഡർ സെൻസിൽ കൊടുക്കണമെങ്കിൽ ടെക്നോളജി വേണം. ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള അഡ്വൈസ് കൂടുതൽ ഇഫക്റ്റീവായിട്ടും ലാർജർ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് ടെക്നോളജിയിലേക്ക് ഒരു താല്പര്യം പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നത്. ഓക്കെ. ഇപ്പോഴുള്ള ഒരു കൺസെപ്റ്റ്, അതായത് കൺസെപ്റ്റ് അല്ല, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്കാൻ മൈ ഇൻവോയ്സ് എന്നുള്ളൊരു ഇത്, അത് എന്താണ് ശരിക്കും, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? യെസ്. ഈ കാലഘട്ടത്തിൽ നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്തിട്ടാണ് ഒരു പേയ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിളിലൊരു റിവ്യൂ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്തിട്ടാണ് ഗൂഗിൾ അപ്ഡേറ്റ് നടത്തുക. വാട്സപ്പിൽ കോൺടാക്ട് ഷെയർ ചെയ്യണമെങ്കിലും നമ്മൾ സ്കാൻ ചെയ്തിട്ട്. ഞാൻ പറയണു, നമുക്കൊരു സ്കാൻ ചെയ്ത് ഒരു ഇൻവോയ്സ് സ്കാൻ ചെയ്താൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളാണ്. നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്, അത് വെച്ച് നമ്മൾ ഒരു ഇൻവോയ്സിനെ സ്കാൻ ചെയ്താൽ, ഫോട്ടോ എടുത്താൽ ദ ഡാറ്റ വിൽ അതിൻ്റെ എക്സ്ട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ERP, ടാലി പോലുള്ള ERPയിലോട്ട് ഡാറ്റ പുഷ് ചെയ്ത് അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. അതായത് ജസ്റ്റ് നമ്മളൊരു ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അതെ, സ്കാൻ ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിലുള്ള ലേഔട്ട് എന്തായിക്കോട്ടെ, ഇൻവോയ്സിൻ്റെ ലേഔട്ട് എന്തായിക്കോട്ടെ, ഒരു ഇൻവോയ്സിലുള്ള അക്കൗണ്ട് ചെയ്യേണ്ടുന്ന ഇൻഫർമേഷൻസ്, അതിൻ്റെ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സപ്ലയറിൻ്റെ പേര്, GST നമ്പർ, ഐറ്റം ഡീറ്റെയിൽസ്, ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി, HSN നമ്പർ, ടാക്സ്, GST എമൗണ്ട്, എല്ലാതും ഇത് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ സ്ട്രക്ചേർഡ് ആക്കി, ടെക്നിക്കലി സ്പീക്കിംഗ് അതിനെ സ്ട്രക്ചേർഡ് ആക്കി ഒരു സോഫ്റ്റ്വെയർ മനസ്സിലാവുന്ന ഭാഷയിൽ API വഴി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അത് അക്കൗണ്ടിങ് നടത്തും. ഇല്ല, അപ്പോൾ അതിൽ വേറൊരു പ്രശ്നം വരുന്നത് മനോജ്, അതായത് ഇപ്പോൾ പല ഇൻവോയ്സും ഒക്കെ പല തരത്തിലാണല്ലോ. ഇപ്പോൾ ഒരു ഇൻവോയ്സ് ഒരു തരത്തിലാവും, വേറൊരു ഇൻവോയ്സ് വേറെ തരത്തിലാവും. അപ്പോൾ ഇത് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതെ. അപ്പോൾ അതാണ് നമ്മുടെ AI ടെക്നോളജിയുടെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം അതിൻ്റെ ഇൻ്റലിജൻസ് വെച്ചിട്ട്, AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻ്റലിജൻസിലൂടെ ഏത് ലേഔട്ട് ആണെങ്കിലും ആ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റും. അതിന് മെഷീൻ ലേണിംഗ് ഉണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദ AI മെഷീൻ ലേണിംഗ് ഉണ്ട്, OCR ഉണ്ട്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ടെക്നോളജിയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഏത് ലേഔട്ട് ആണെങ്കിലും ആ ഒരു ഇൻ്റലിജൻസോട് കൂടി ഇത് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യും. അപ്പം നമ്മൾ ആക്ച്വലി സംഭവിക്കേണ്ടത്, നമ്മൾ സ്കാൻ, അതായത് നമ്മൾ ഫോട്ടോ എടുക്കുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? അതെ, പ്രാക്ടിക്കലി അത് ഫോട്ടോ എടുക്കുന്നതായിട്ടാണ് യൂസർക്ക് ഫീൽ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഡാറ്റ, ആ എടുക്കുന്ന ഇമേജിനെ അത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ആക്കി കൺവേർട്ട് ആക്കി PDF പോലുള്ളൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ ഈ OCR എന്ന ടെക്നോളജി വെച്ച് ഇതിലത്തെ ക്യാരക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ഈ ക്യാരക്ടേഴ്സ് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിലൂടെ
അതിൽ കൂടെ കടത്തിവിട്ട് ഉം. അതിനുശേഷം ഒരു മെഷീൻ ലേണിങ്ങിലൂടെയൊക്കെ അതിനെ പരുവപ്പെടുത്തി ാണ് ആവശ്യമുള്ള രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു സെക്കൻഡിനുള്ളിൽ അതാ ടെക്നോളജിയുടെ സ്പീഡ് സ്പീഡ് അതാണ്. നമ്മളപ്പോൾ ഇത് മൊബൈലിലാണോ അത് യൂസ് ചെയ്യുന്നത്, അതോ അതിനു വേണ്ടി പ്രത്യേകം വേറെ വല്ല സ്കാനറോ അങ്ങനെ എന്തെങ്കിലും ഡിവൈസസ് ഉണ്ടോ? ഇല്ല. അതായത് നമ്മൾ അഭികാമ്യം എന്ന് പറയുന്ന ഒരു സംവിധാനം, നമുക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു സ്കാനർ വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം. കാരണം സ്കാനറിലൂടെ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി, പിക്സൽ ക്ലാരിറ്റി നമുക്ക് മിനിമം ഗ്യാരണ്ടീഡ് ആണ്. അതേസമയം മൊബൈൽ ഡിവൈസിൽ, മൊബൈൽ ഫോൺ പോലുള്ള ഇതാവുമ്പോൾ ആ മൊബൈൽ ഫോണിന്റെ ക്യാമറയുടെ ക്വാളിറ്റി അനുസരിച്ച് എന്താ പറയാ, ഈ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തുള്ള ലൈറ്റിങ്ങും ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ലൈറ്റിംഗ് മങ്ങിയ സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി കുറയും. സോ സ്വാഭാവികമായിട്ട് എക്സ്ട്രാക്ഷൻ ആക്യുറസി കുറയും. അതർവൈസ് ഏത് പ്ലാറ്റ്ഫോമിലും, ഇപ്പോൾ മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് സ്കാനർ ആണെങ്കിലും ഏത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസ് വെച്ച് ചെയ്യാം, വർക്ക് ചെയ്യും. അതായത് വെരി മച്ച് ഇതിൽ വർക്ക് ചെയ്യും. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്, അതായത് ഒരു അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ടാലി ഉണ്ട്, അല്ലെങ്കിൽ ക്വിക്ക് ബുക്ക്, അല്ലെങ്കിൽ വേറെ പല ERP, ടാലി അല്ല, അതായത് വേറെ ഏതെങ്കിലും ഒരു ERP ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായിട്ടും നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ? കറക്റ്റ്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് സോഫ്റ്റ്വെയറുകളെ തമ്മിൽ സംസാരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ API, ആപ്ലിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു API കോമൺ പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ ഫണ്ടമെന്റലി ഉള്ള അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇൻവോയ്സ് പോലുള്ള ഒരു ഡോക്യുമെന്റിൽ നിന്നും ആവശ്യമുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് API വഴി കൊടുക്കലാണ് ഞങ്ങൾ ചെയ്യണത്. ആ API ഇൻ്റഗ്രേറ്റ് ചെയ്ത് റിസീവ് ചെയ്യാൻ പാകത്തിന് അപ്പുറത്ത് അതർ സൈഡിൽ ഒരു ERP ഉണ്ടെങ്കിൽ, ഒരു റിസീവർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനിലൊക്കെ ആയിട്ടും ഇത് ചെയ്യാൻ പറ്റും. നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഇത് ഉപയോഗിക്കാനും പറ്റും. കറൻ്റ്ലി ഞങ്ങളൊരു 5 ആപ്ലിക്കേഷനായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. ടാലി പോലെ തന്നെ വേറെ ERP വെൻഡേഴ്സായിട്ടും ഞങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ കോമൺലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ടാലി. അപ്പോൾ ടാലി ആയിട്ട് നമുക്ക് ഓൾറെഡി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെ. നമ്മൾ ഇതിൻ്റെ ഒരു യൂസ് കേസ് വരുന്നത് ടെക്നോളജീനെ മാറ്റി നിർത്തിയിട്ട് പ്രധാനമായിട്ടും യൂസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലുള്ള വർക്ക് എഫിഷ്യൻ്റായി ചെയ്യുക എന്നുള്ളതാണ്, എഫിഷ്യൻ്റ് ആക്കുക, ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡൊമൈൻ നോളേജ് മനസ്സിലാക്കി അതിനുള്ള വർക്ക് ഫ്ലോ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് വർക്ക് ഫ്ലോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇതിനെ ടെക്നോളജി കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ടാലി പോലുള്ള സോഫ്റ്റ്വെയർ എടുത്താൽ ടാലിയിൽ നമ്മൾ ഇതുപോലെ പർച്ചേസ് ഓട്ടോമേഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയത് GST പ്രാക്ടീഷണേഴ്സാണ്. കാരണം GST പ്രാക്ടീഷണേഴ്സിൻ്റെ ഒരു ധർമ്മം, ജോലി എന്ന് പറയുന്നത് പ്രൊഫഷണൽ വർക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും അവരുടെ ക്ലയൻറ്റിൽ നിന്നും പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും കളക്ട് ചെയ്യണം. എല്ലാ മാസവും GST ഫയൽ ചെയ്യാൻ സെയിൽസിനോട് ബന്ധപ്പെട്ട് GSTR1 അതിനുശേഷം ഇൻവേർഡ് സപ്ലൈയോട് ബന്ധപ്പെട്ട് 3B ഫയൽ ചെയ്യണം. അപ്പോൾ സെയിൽസ് അവർ GST പ്രാക്ടീഷണേഴ്സ് സെയിൽസ് ബില്ലും മാനുവലി എൻട്രി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു ആവശ്യം. പിന്നെ അത് ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ GST പ്രാക്ടീഷണേഴ്സിൻ്റെ ക്ലയൻറ്റിൻ്റെ ഈ ഫയല് അവരുടെ ഓഫീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഡോക്യുമെന്റ് കളക്ഷൻ ഒരു പ്രോസസ്സാണ്. കാരണം പലരും കൃത്യസമയത്ത് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് ലോജിസ്റ്റിക്സ് ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. അതും ഇതൊക്കെ പ്ലസ് ഈ ഇവിടുത്തെ വേറെ സ്റ്റാഫിൻ്റെ ഐറ്ററേഷൻ, അത് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് അവരുടെ വർക്ക് ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ പോയിന്റ്സ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു GST പ്രാക്ടീഷണറിൻ്റെ ക്ലയൻറ്റിൻ്റെ മൊബൈലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അദ്ദേഹം ക്ലയൻറ്റ് അവരുടെ ബിസിനസ് പ്രിമൈസസിൽ വരുന്ന പർച്ചേസ് ഇൻവോയ്സുകൾ ആ മൊമെന്റിൽ അവരുടെ മൊബൈൽ ഫോട്ടോ എടുത്താൽ റിയൽ ടൈം ഇത് GST പ്രാക്ടീഷണറിന്റെ ടാലിയുടെ ഡേ ബുക്കിൽ വന്ന് വീഴും. സോ അത്രയ്ക്ക് ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഡോക്യുമെന്റ് ലോജിസ്റ്റിക്സ് ഒഴിവായി. റിയൽ ടൈം ഇവിടെ പർച്ചേസ് ഇൻവോയ്സ് സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുമ്പോൾ അവർക്ക് ഡ്യൂ ഡേറ്റിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു അടുത്ത മാസം 1-ാം തീയതി 5-ാം തീയതി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആ മാസത്തിൽ തന്നെ ഇവർക്ക് പർച്ചേസ് എൻട്രി വരികയാണ്. സെയിൽസ് പിന്നെ ആ മാസം എല്ലാം കഴിഞ്ഞിട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക.
അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ഒരു വാലിഡേഷൻ ഉണ്ട്. ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു 4-5 പാരാമീറ്റർ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് വെച്ച് നമ്മുടെ സിസ്റ്റം സ്വയം ഐഡന്റിഫൈ ചെയ്യും ഈ സിസ്റ്റത്തിൽ ഈ ഒരു ഡോക്യുമെന്റ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും എറർ ഉണ്ടോ, ഫെയിലിയർ ഉണ്ടോ എന്നുള്ളത്. സോ ബേസ്ഡ് ഓൺ ആ വാലിഡേഷൻ സ്റ്റാറ്റസ് അനുസരിച്ച് യൂസർക്ക് ഫെയിലിയർ ആയത് മാത്രം മാനുവലി ഇന്റർഫിയർ ചെയ്താൽ മതി. നമുക്കൊരു എറർ റിപ്പോർട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എറർ റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ നമുക്കൊരു 97% ആക്യുറസി ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ 100 എണ്ണത്തിൽ ഒരു 3 എണ്ണമാണ് ഞങ്ങളുടെ ഫെയിലിയർ ആവുന്നത്. ആ ഫെയിലിയർ സ്റ്റാറ്റസ് അനുസരിച്ച് യൂസർക്ക് അത് മാത്രം മാനുവലി ഇന്റർഫിയർ ചെയ്ത് കറക്റ്റ് ചെയ്താൽ, റിവ്യൂ ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. സോ 95-97% സിസ്റ്റം തന്നെ അത് റിവ്യൂ ചെയ്യാണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അപ്പൊ അവിടെ അത്രയും മാനുവൽ എഫർട്ട് അവിടെ കുറയാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഇതിന് ഡോക്യുമെന്റ് മാനേജ്മെന്റ് ആണ്. കാരണം ഈ ഇൻവോയ്സ് പ്രോസസ്സ് ചെയ്യണത് മുഴുവനും ഇപ്പോഴത്തെ നിലയ്ക്ക് ആ മാസം GST റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ക്ലയന്റിന് കൊടുക്കണം. ക്ലയന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് മിസ്പ്ലേസ് ചെയ്യാനോ ഇത് ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം GST അസസ്മെന്റ് വരുന്നത് ആഫ്റ്റർ 2 years ആയിരിക്കും. ഇപ്പോ ഇൻകം ടാക്സിൽ ഓൾറെഡി ഫേസ്ലെസ് അസസ്മെന്റ് ആണ് നടക്കുന്നത്. GSTയിലെ ഫേസ്ലെസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും എല്ലാം ഡിജിറ്റലി ആണ് ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഫിസിക്കൽ ഉണ്ടെങ്കിലും ആ സമയത്ത് ഇത് സ്കാൻ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്തിട്ട് വേണം ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യണം. നമ്മൾ ആ ഇനീഷ്യലി ഇൻവോയ്സ് കിട്ടുന്ന മൊമെന്റിൽ ഇതിനെ ഫോട്ടോ എടുത്ത് ഡിജിറ്റൈസ് ചെയ്യുന്ന മൊമെന്റിൽ ഇത് ഈ ഡോക്യുമെന്റ് ഈ ടാലിയിൽ ആ ട്രാൻസാക്ഷനിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് അവരുടെ ലോക്കൽ സിസ്റ്റത്തിൽ സേവ് ചെയ്യാം. അതവിടെ ഉണ്ട്, ആ ട്രാൻസാക്ഷനിലേക്ക് അറ്റാച്ച്ഡ് ആണ്. സോ നാളെ ഓഡിറ്റിന്റെ സമയത്ത് 2 വർഷം കഴിഞ്ഞിട്ടോ ഈ ട്രാൻസാക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് വ്യൂ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഡോക്യുമെന്റ് കാണാൻ പറ്റും. സോ ഇത് ലോക്കലി സ്റ്റോർഡ് ആണ്. ഞങ്ങളായിട്ട് ഇത് ഡോക്യുമെന്റ് സ്റ്റോർ ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഒരു തരത്തിലുള്ള ഡാറ്റ സേവ് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയധികം വർക്ക് ഫ്ലോയെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെക്നോളജി. എനിക്ക് തോന്നുന്നു ഒരു ഓഡിറ്റ് ആസ്പെക്ടിൽ വരെ വളരെ ഈസി ആണെന്ന് അർത്ഥം. ടാലിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് വൗച്ചിങ് കൂടി വേണമെന്നുണ്ടെങ്കിൽ കഴിയും. എക്സാക്ട്ലി തീർച്ചയായിട്ടും കഴിയും. അതിനുശേഷം റിയൽ ടൈമിൽ ഇതിനൊരു ലോഗിൻ ചെയ്യാനുള്ള ഒരു പോർട്ടൽ ഉണ്ട് യൂസർക്ക്. അതിൽ അവരുടെ ആരൊക്കെ എത്ര ഇൻവോയ്സ് കൺസ്യൂം ചെയ്തു, ഓരോ ഇൻവോയ്സിൽ എത്ര പേജസ് കൺസ്യൂം ചെയ്തു എന്നെല്ലാ ഇൻഫർമേഷൻസും റിയൽ ടൈം ട്രാൻസ്പെറന്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഇതൊക്കെയും അതിലുള്ളതാണ്. മനോജ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇൻവോയ്സ്, ഇപ്പോൾ ഒരു വലിയൊരു ഇൻവോയ്സ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു 20 items ഉള്ളൊരു ഇൻവോയ്സ് ആണ്. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അതിൽ ഇപ്പോൾ ഒരു 2-3 ഐറ്റത്തിൽ മാത്രമാണ് എറർ വന്ന് നിൽക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഫുള്ളി റിജക്ട് ചെയ്യണമെന്ന് ഇല്ല. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാലിഡേഷൻസ് ഞങ്ങളിപ്പോൾ ഒരു 5 തരത്തിലുള്ള വാലിഡേഷൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വാലിഡേഷൻ്റെ പാരാമീറ്റർ ആണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. ഈ ഒരു ഇൻവോയ്സിൽ ഒരു 20 ഐറ്റം ഉണ്ട്. സപ്പോസ് അതിലൊരു 10ാമത്തെ ഐറ്റം 18ാമത്തെ ഐറ്റം എക്സ്ട്രാക്ട് ആയില്ല, അല്ലെങ്കിൽ തെറ്റ് വന്നു. അപ്പൊ ഐഡിയലി 20 ഐറ്റം യൂസർ റിവ്യൂ ചെയ്യേണ്ടി വരുമോ, അതോ ആ 10ാമത്തെ 18ാമത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ? ഹൈലൈറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് ഉപകാരമായി യൂസർക്ക്. അപ്പൊ നമ്മളിത് ആക്ച്വൽ യൂസ് കേസുകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ 10ാമത്തെയോ 18ാമത്തെയോ ഏതായിട്ടാണോ ഐറ്റം ലെവൽ എക്സ്ട്രാക്ഷൻ ഫെയിൽ ആയത് അതിനെ പോപ്പപ്പ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റം ഓരോ ലൈൻ ഐറ്റത്തിലും പോയി അതിൻ്റെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി റേറ്റ് മൈനസ് ഡിസ്കൗണ്ട് ഇഫ് അവൈലബിൾ, ഡിസ്കൗണ്ട് കുറച്ചിട്ട് ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും ഐറ്റം ലെവൽ. അതെ, മെഷീൻ ലേണിംഗ് വെച്ച് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തി ആ കാൽക്കുലേഷനും എക്സ്ട്രാക്ട് ചെയ്ത കാൽക്കുലേഷനും ശരിയാണെങ്കിലാണ് ഇത് സക്സസ് ആവുക, ഇല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യും. അതിന്റെ ടാക്സ് എമൗണ്ടും വർക്ക്ഔട്ട് ചെയ്യും. ഈ അത് മിസ്സിംഗ് ആണെങ്കിൽ അത് പോപ്പപ്പ് ചെയ്യും. സോ അത് ആ ഐറ്റത്തിലേക്ക് നേരെ ജമ്പ് ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ട് യൂസർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ജസ്റ്റ് വെറുതെ ഒരു കോപ്പി പേസ്റ്റ് അല്ല, ബാക്ക് എൻഡിൽ അവിടെ ഒരു കമ്പ്യൂട്ടേഷൻ ക്രോസ് വെരിഫിക്കേഷൻ ഐറ്റം ലെവൽ കമ്പ്യൂട്ടേഷൻ നടത്തും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഐറ്റം ലെവൽ വാലിഡേഷനും നമുക്ക് ഇതിൽ വർക്കൗട്ട് ചെയ്യും. അല്ല, അപ്പൊ അതിൽ വേറൊരു കാര്യം വരേണ്ടത് മനോജ്, ഇപ്പൊ നമുക്ക് ഒരു ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഇൻവോയ്സിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കും.
ഇപ്പോൾ 10x2 20 ആണ് വരേണ്ടത്. പക്ഷേ അവിടെ ആ ഒരു ഇൻവോയ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 25 അല്ലെങ്കിൽ 22 എന്ന് പറഞ്ഞാൽ അതിൽ പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ പേയ്മെൻറ്റും കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അതനുസരിച്ചിട്ട്. അപ്പോൾ ആ ഇൻവോയ്സ് ലെവലിലുള്ള ഒരു മിസ്മാച്ച് അടക്കം അവിടെ അത് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ക്യാപ്ചർ ചെയ്യില്ലേ? അതിന് പോസിബിലിറ്റി ഇല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലൊരു മെഷീൻ ലേണിംഗ് വെച്ച് നമ്മുടെ തന്നെ ഒരു ബാക്ക് എൻഡിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യും. ഓരോ ഐറ്റം ലെവൽ ഫീൽഡ് എടുത്ത് നമ്മൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നടത്തും. നമുക്കത് ആക്ച്വലി വരുന്നുണ്ട്, അങ്ങനത്തെ സിനാരി വരുന്നുണ്ട്. ഫ്രാക്ഷനിലെ ലാസ്റ്റ് 2 ഡിജിറ്റിന്റെ ഫ്രാക്ഷനിലൊക്കെ ഉള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനൊരു നമുക്ക് അതിനൊരു ടോളറൻസ് ലെവൽ വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ വെച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മാത്സ് അപ്ലൈ ചെയ്തിട്ട് അതൊരു ഫാക്ട്സ് ആണ്. അത് ടോളറേറ്റ് ചെയ്യാൻ നമ്മളായിട്ട് തീരുമാനിച്ചിട്ടില്ല. യൂസർക്ക് വേണമെങ്കിൽ വെക്കാം. 0.1 ആണോ, അല്ലെങ്കിൽ 10 പൈസ അല്ലെങ്കിൽ 1 രൂപ ആണോ എന്നുള്ളത് അവർക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മളായിട്ട് അത് ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ ഈവൻ എക്സ്ട്രാക്ഷൻ കറക്റ്റ് ആണെങ്കിലും ഈ പറയുന്ന കാൽക്കുലേഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ അത് എററായിട്ട് വരും, വാലിഡേറ്റ് ഒരു ഹൈലൈറ്റ് ചെയ്ത് വരും. പിന്നെ എനിക്ക് തോന്നുന്നതിൽ ഞാൻ കാണുന്ന വേറൊരു ഏറ്റവും വലിയ ഇപ്പോൾ ഒരു ഓഡിറ്റ് ലെവലിലും ഇത് ശരിക്കും ഒരു ബാക്ക് എൻഡിൽ ഒരു ഓഡിറ്റും കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അതിന്റെ ഒരു അരിത്തമെറ്റിക്കൽ അക്യുറസിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചെക്ക് ചെയ്യും, വെറുതെ ഇൻവോയ്സ് സ്കാൻ ചെയ്യല്ല. പിന്നെ അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് മാനേജ്മെന്റ് അത് വളരെ ഇഫക്റ്റീവ് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. പിന്നെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ ടാലി ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് അവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻവോയ്സ് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. യെസ്, അത് ഓക്കെ. അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ഇതിനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങളത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെന്റ് ഒരു സ്ട്രിങ് ആയിട്ട് ഒരു പ്രോഗ്രാമാറ്റിക് ലാംഗ്വേജിൽ ഇതിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് യൂസർക്ക്. അത് ആ റെസിപ്പിയൻറ്റിന് ഇത് റിസീവ് ചെയ്യാം, ഡോക്യുമെന്റ് തന്നെ റിസീവ് ചെയ്യാം. വൺസ് ദ യൂസർ അത് ഡോക്യുമെന്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഞങ്ങളിത് സ്റ്റോർ ചെയ്യുന്നില്ല. സോ റിസിപ്പിയന്റിന് അതിന് അവരുടെ ആവശ്യാനുസരണം ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിന്റെ ഒരു ക്യാപ്ചറിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോഴേ മനോജ്, അതായത് ഇത് ആക്ച്വലി ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ അതോ നമ്മൾ വെറുതെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. അതാണ് നമുക്കിപ്പോൾ ഞാനൊരു യൂസറാണ്, അപ്പം ഞാനത് ഫോട്ടോ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് ഇപ്പോൾ 1000 ഇൻവോയ്സ് ഉണ്ടെങ്കിൽ 1000 ഫോട്ടോ എൻ്റെ ഫോണിൽ വരില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അതും ഒരു ഡാറ്റയുടെ ഒരു പ്രൈവസിയുടെയും ഒരു പ്രശ്നം കൂടി വരില്ലേ അവിടെ? അതെ, തീർച്ചയായിട്ടും. ഒരു യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, എസ്പെഷ്യലി GST പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറിന് നോക്കുമ്പോൾ അവരുടെ എല്ലാ ഇൻവോയ്സും അവരുടെ ഫോണിൽ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഫോണിന്റെ മെമ്മറി അത്രയധികം ഫോട്ടോസ് വരും. അതെ, ഫോട്ടോസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അതിൽ സാർ നേരത്തെ ചോദിച്ച മാതിരി ഫോട്ടോ എടുക്കണോ അതോ സ്കാൻ വെറുതെ അത് ഡോക്യുമെന്റ് നേരെ അത് സ്കാൻ ചെയ്താൽ മതിയോ എന്നുള്ളതുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ വിത്ത് ഹെൽപ്പ് ഓഫ് ഗൂഗിളിന്റെ ഒക്കെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് സിസ്റ്റം തന്നെ മൊബൈലിലെ ക്യാമറ ഒരു ഡോക്യുമെന്റിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം തന്നെ ഡോക്യുമെന്റ് ഐഡന്റിഫൈ ചെയ്യും. ഇന്ന് മൊബൈൽ സ്കാനറുകളുള്ള മാതിരിയുള്ള അതേ ഫീച്ചേഴ്സ് അതിൽ അവൈലബിൾ ആണ്. ആ ഡോക്യുമെന്റ് ഐഡന്റിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് ഫോട്ടോ എടുക്കും. വൺസ് ഫോട്ടോ എടുത്ത് നമ്മളുടെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ സ്റ്റോറേജിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യും. സോ ഫോണിൽ അത് ഡോക്യുമെന്റ് സേവ് ചെയ്യപ്പെടുന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. സോ ഫോണിന്റെ മെമ്മറി അനാവശ്യമായിട്ട് എഫക്ട് ചെയ്യില്ല, അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. ദെൻ ഇത് എക്സ്ട്രാക്ഷന്റെ ഭാഗമായിട്ട് ഇത് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഇത് ക്ലൗഡിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ അതിന്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് ഈ പറയുന്ന ടാലി പോലുള്ള ERPയിലോട്ട് ഇതിനെ ഡൗൺലോഡ് ചെയ്യും. വൺസ് ഈ പറയുന്ന റിസിപ്പിയൻറ്റ് സൈഡിലുള്ള ERPയിലേക്ക് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ആയതിൻ്റെ ഒരു അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് കംപ്ലീറ്റ് ഡാറ്റ റിമൂവ് ചെയ്യും. സോ ഞങ്ങൾ ഒരു തരത്തിലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ല. അതിന്റെ വ്യക്തമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൈവസിനെ പറ്റിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കൺസേൺ ആവശ്യമില്ല. അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയും ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു GST പ്രാക്ടീഷണറാണ്. അപ്പോൾ എനിക്കൊരു ഒരു 20 ക്ലയൻറ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ക്ലയൻറ്റ് ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ആപ്പിൽ നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ
ഇപ്പുറത്തെ സൈഡിൽ GST പ്രാക്ടീഷണറുടെ കയ്യിൽ ഒരു ടാലി ഉണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ എൻട്രി ഓട്ടോമാറ്റിക്കലി നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അത് ആക്ച്വലി സംഭവിക്കുന്നത് പറയുമ്പോൾ ഇതെങ്ങനെയാണ് നടക്കണമെന്ന് എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ അതെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഐഡിയയിൽ ഒരു GST പ്രാക്ടീഷണർ വരാം. ഇപ്പോൾ 20, 30, 50 ക്ലയൻസ് ഉണ്ടാവും അവർക്ക്. 50 ക്ലയൻസ് ഉണ്ടെങ്കിൽ നോർമലി അവർ ടാലിയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. 50 ടാലി ഡാറ്റയിലായിരിക്കും ഇവരുടെ ഓരോ ക്ലയന്റിലും ഓരോ ടാലി ഡാറ്റ, ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കും. സ്കാൻ മൈ ഇൻവോയ്സ് അവർ ടാലിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മൊമെന്റിൽ ഓരോ ടാലി ഡാറ്റയിലേക്കും ആയിട്ട് നമ്മൾ ഒരു യൂസർ ID പാസ്വേഡ് ഉണ്ട്. അത് ഐഡിയലി ക്ലയന്റിന്റെ പേരും അവരുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡാണ് നമ്മൾ കൊടുക്കുക. പാസ്വേഡൊക്കെ അവർക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ടാലി ഡാറ്റയിലും ഒരു യുണീക്ക് ക്ലയന്റ് വൈസ് ഇമെയിൽ ID പാസ്വേഡ് വെച്ച് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ സ്കാൻ മൈ ഇൻവോയ്സ് ആ പർട്ടിക്കുലർ ടാലി ഡാറ്റയിൽ ആക്ടിവേറ്റ് ചെയ്യും. വൺസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാലി സ്കാൻ മൈ ഇൻവോയ്സ് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയി. ദെൻ മൊബൈൽ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡോക്യുമെന്റ് ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ള പർപ്പസിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോൾ ഫീൽഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ട്രാവലിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ ആ മൊമെന്റിൽ തന്നെ ഇത് ഡോക്യുമെന്റ് കിട്ടാനാണ് നമ്മൾ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഈ മൊബൈൽ ആപ്പിൽ ദ സെയിം ഇമെയിൽ ID നമ്മൾ ഈ ടാലി ഡാറ്റയിൽ കോൺഫിഗർ ചെയ്തിട്ടുള്ള സെയിം ഇമെയിൽ ID വെച്ചിട്ടാണ് അവരുടെ മൊബൈൽ ആപ്പിലും നമ്മൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഈ കോമൺ യൂസർ ID വെച്ച് സിസ്റ്റം ഇതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യും. സോ ആ ഒതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് ഏത് മൊബൈൽ ആപ്പിൽ നിന്നാണോ ഈ പറയുന്ന കോമൺ ID ഉള്ളത് അതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ടാലി ഡാറ്റയിലേക്ക് ഇത് റിയൽ ടൈം ഡാറ്റ വന്ന് ഇൻ്റഗ്രേറ്റഡ് ആവും, സിങ്ക് ആവും. ഇത് ചെയ്യുമ്പോൾ ടാലി ഡാറ്റ ഫുൾ ടൈം ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അവർക്ക് യൂസറിന് ഏത് മൊമെന്റിലും സ്കാൻ ചെയ്യാം, ഫോട്ടോ എടുക്കാം, അപ്ലോഡ് ചെയ്യാം. വൺസ് എപ്പോഴാണോ GST പ്രാക്ടീഷണർ ഓഫീസിൽ ടാലി ആ പർട്ടിക്കുലർ ടാലി ഡാറ്റ ഓപ്പൺ ചെയ്യുന്നത് ആ മൊമെന്റിൽ ഇത് അതുവരെയുള്ള എല്ലാ ഡാറ്റയും അപ്ഡേറ്റഡ് ആവും. അതായത് ഒരാൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ടാലി ഓപ്പൺ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. എപ്പോഴാണോ ടാലി ഡാറ്റ ഓപ്പൺ ചെയ്യുന്നത് ആ മൊമെന്റിൽ ഓൾറെഡി ആ ഐഡിയിലേക്ക് അസൈൻഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ പെൻഡിങ് ഉള്ളതെല്ലാതും വൺസ് ടാലി ഡാറ്റ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ മൊമെന്റിൽ അത് അപ്ഡേറ്റഡ് ആവും. അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം. നമ്മളിപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു എന്റർപ്രൈസ് ലെവലിൽ ഇതിനൊരു യൂസ് കേസ് ശരിക്കും നമുക്ക് ഉണ്ടോ? ഇതിൽ നമുക്കൊരു അങ്ങനെ ഒരു അപ്ലിക്കേഷൻ ലെവൽ വരുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും. നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ ഡോക്യുമെന്റുകൾ, അതായത് പർച്ചേസ് ഇൻവോയ്സ്, പർച്ചേസ് ഓർഡർ, ഡെലിവറി ചെലാൻ, ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകളാണ് ഒരു ബിസിനസ്സിന്റെ വെൻഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ മീഡിയം. ഐഡിയലി ഒരു ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് അവരുടെ വെൻഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ പർച്ചേസ് ഓർഡറിലൂടെയാണ്. എന്റർപ്രൈസ് ലെവലിൽ ഒരു പ്രോസസ് ഓറിയന്റഡ് ആണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതെ, എല്ലാതും ഒരു ഒഫീഷ്യലി ഒരു ഡോക്യുമെന്റ് ആണ്. പർച്ചേസ് റിക്വിസിഷൻ, പർച്ചേസ് ഓർഡർ, പർച്ചേസ് ഓർഡറിന് അഗേൻസ്റ്റ് പർച്ചേസ് ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സിലുള്ള ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ ഒരു ഡെലിവറി ചലാൻ, അത് സ്റ്റോറിലേക്ക് പോകണം. സ്റ്റോറിൽ നിന്നുള്ളത് വെരിഫൈ കഴിഞ്ഞിട്ട് അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പർച്ചേസിൽ കയറണം. ദെൻ അക്കൗണ്ട്സിലോട്ട് പോകണം. ഇങ്ങനെ ഒരു പ്രോസസ് ഓറിയന്റഡ് ആണ് എന്റർപ്രൈസ് ലെവലിൽ. അപ്പോൾ ഈ പ്രോസസ്സിന്റെ എല്ലാം ആധികാരികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകളാണ്. ഈ ഡോക്യുമെന്റുകളും ഇതുപോലെ പല രൂപത്തിലും പല ലേഔട്ടിലും ഭാവത്തിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസിനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം ഇവിടെ എല്ലാം മാനുവൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഉണ്ട്. വൺസ് മാനുവൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ വരുമ്പോൾ അതിനുള്ള എററിനുള്ള സാധ്യത കൂടുതലാണ്. കണ്ടമാനം മാനുവൽ എഫർട്ട് വേണം, റിപ്പീറ്റേറ്റീവ് ആണ്, ബോറിംഗ് ആണ്, ഒരു കൈൻഡ് ഓഫ് ബോറിംഗ് ആണ്. വാല്യൂ അഡീഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റണമെന്നില്ല മാനുവൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഡോക്യുമെന്റ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ആക്ച്വലി ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു ലിസ്റ്റഡ് കമ്പനി ഇത് വളരെയധികം സക്സസ്ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 200+ ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന സംഭവമാണ്. അത് ചെയ്യുന്നുണ്ട്. നമ്മൾ SMB, സ്മോൾ മീഡിയം സെഗ്മെന്റിൽ ഒരു പർച്ചേസ് എൻട്രിയുടെ ഓട്ടോമേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും അങ്ങനെ ഒരു മാർക്കറ്റിന് ആവശ്യകത ഉള്ളത് മനസ്സിലാക്കിയിട്ടാണ് സ്മോൾ ആൻഡ് മീഡിയം സെഗ്മെന്റിൽ നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ GST പ്രാക്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ മനോജ്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ GST പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് ക്ലയൻസ് ഉണ്ടായിരിക്കും. അവരുടെ ക്ലയൻസിൻ്റെ ഡാറ്റ
ഇവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇവരായിരിക്കും മിക്കവാറും ഒരു ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പലരും പല സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഒറ്റ സ്കാനിങ്ങിൽ ഒരു അക്കൗണ്ടിങ് അവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മിറാക്കിളാണത്. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലി ഇപ്പോൾ GST പ്രാക്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ എസ് ഓഫ് ടുഡേ നമുക്കൊരു ക്ലോസ് ടു 100 GST പ്രാക്ടീഷണേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് ഒരു GST പ്രാക്ടീഷണർക്ക് ഒരു 40 ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയധികം അക്കൗണ്ട്സ് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി GST പ്രാക്ടീഷണറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യൂസ് കേസിൽ സംസാരിക്കുമ്പോൾ അവർ നേരത്തെ പറഞ്ഞ പ്രകാരം അവർക്ക് പർച്ചേസ് എൻട്രി ഉണ്ട്, അക്കൗണ്ട് ചെയ്യണം, സെയിൽസ് അക്കൗണ്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പർച്ചേസാണ് ഇതിനൊരു പർച്ചേസ് എൻട്രി ഓട്ടോമേഷനാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്നുള്ള രീതിയിലാണ് നമ്മളിത് ലോഞ്ച് ചെയ്തത്. പക്ഷേ GST പ്രാക്ടീഷണേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ സെയിൽസും കൂടി കവർ ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവോയ്സ് ആണ്, അത് പർച്ചേസ് ആയിക്കോട്ടെ സെയിൽ ആയിക്കോട്ടെ. ഈ ഒരു ഇൻവോയ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്കാൻ മൈ ഇൻവോയ്സ് വഴി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അത് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യും. ആ ഡോക്യുമെൻ്റ് ആ പർട്ടിക്കുലർ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ഇൻവോയ്സ് ആണോ സെയിൽസ് ബില്ലാണോ എന്നുള്ളത് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി ടാലിയുടെ സെയിൽസിലോട്ടും പർച്ചേസിലോട്ടും വന്നു വീഴും. അത് ഗംഭീരമായില്ല. അപ്പോൾ അതിനനുസരിച്ച് അത്രയും നമ്മൾ കസ്റ്റമർക്ക് ഒരു ഈസ് ഓഫ് യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു ഇൻവോയ്സ് സ്കാൻ ചെയ്താൽ ഇത് പർച്ചേസ് ആണോ സെയിൽ ആണോ എന്നൊക്കെ സിസ്റ്റം തീരുമാനിക്കും. സിസ്റ്റം അതിനുള്ള എൻട്രി, പർച്ചേസ് എൻട്രി ആണെങ്കിൽ പർച്ചേസ് എൻട്രി ഇടും, സെയിൽ ആണെങ്കിൽ സെയിൽ എൻട്രി. നമ്മളതിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളതാണെങ്കിൽ ഇപ്പോൾ സെയിൽസിനോട് ബന്ധപ്പെട്ട് നമ്മൾക്കിപ്പോൾ GST സ്റ്റാറ്റ്യൂട്ടറിയുടെ ഭാഗമായിട്ട് GSTR 1 HSN വൈസ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം. GSTR 1 പ്രകാരം നമ്മൾ GSTR 1 HSN ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാലിയിൽ ഇതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും HSN ക്യാപ്ചർ ചെയ്യണം. HSN വരുന്നത് ഓരോ ഐറ്റത്തിനും ഓരോ HSN ആയിരിക്കാം. അപ്പോൾ HSN ടാലിയിൽ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാലിയിൽ ഐറ്റം വൈസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. വിത്ത് ഇൻവെന്ററിയോട് കൂടിയിട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇൻവെന്ററി ഓൺലി ഈ HSN ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻവെന്ററി പലരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ചില സാഹചര്യത്തിൽ ആക്ച്വലി അക്കൗണ്ട് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷനിൽ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് HSN വൈസ് ഡീറ്റെയിൽസും അതിൽ കവർ ചെയ്യപ്പെടും. അപ്പോൾ GSTR 1 കംപ്ലയൻസും അവിടെ മീറ്റ് ചെയ്യും. അതും നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം GST പ്രാക്ടീഷണർ ഈ പറഞ്ഞ 100 GST പ്രാക്ടീഷണേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മനോജ്. അപ്പോൾ ഇതിനൊരു ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ ആൾക്കാർക്ക് ഇത് എത്രത്തോളം നമ്മൾ ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഒരു ഫ്രീ ട്രയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ മനോജ് ഇതിൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. ഇത് ആൾക്കാർ തുടക്കത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ആൾക്കാർ ഇതൊക്കെ നടക്കുമോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1 month ബൈ ഡിഫോൾട്ട് ഫ്രീ ആണ്. അത് യൂസ് ചെയ്ത് അത് അവർ ഈ പറയുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. 1 month ഫ്രീ ആണ്. അതിനുശേഷം അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഒരു പെയ്ഡ് വെർഷനിലേക്ക് കിടക്കുന്നത്. അതിന് മുൻകൂട്ടി ക്രെഡിറ്റ് കാർഡിൻ്റെ വേറെ ഒരു ഇൻഫർമേഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കി ഒരാൾ നോക്കി കഴിഞ്ഞിട്ട് ഫ്രീ ട്രയലൊക്കെ കൺവിൻസ്ഡ് ആണ്, അപ്പോൾ ഒരു പെയ്ഡ് വെർഷനിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇത് ബേസിക്കലി ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. മന്ത്ലി ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ഓർ ആനുവലി സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് സബ്സ്ക്രിപ്ഷനിൽ പേ ആസ് യു ഗോ എന്ന് പറയുന്ന പോലെ നമ്മൾ എത്ര ഇൻവോയ്സ് ആണോ കൺസ്യൂം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ്. നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഫിക്സഡ് ആയിട്ടുള്ള ചാർജസ് ഒന്നുമില്ല. ഒരു 100 ഇൻവോയ്സ് അല്ലെങ്കിൽ ഒരു 5000 ഇൻവോയ്സ് ആണോ ഒരു മാസം കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ചാർജസ് ആണ് വരും. അപ്പോൾ ഈ ഒരു ഐഡിയ മനോജ്, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഹാപ്പൻ ചെയ്യും എന്നുള്ളൊരു ഐഡിയ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര നാളായി ഇതിൻ്റെ ഒരു എഫർട്ട് തുടങ്ങിയിട്ട്? ഞങ്ങൾ 2023 കമ്പനി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്, ഇൻകോർപ്പറേറ്റ് ചെയ്തത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ് ഞങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്നത്. 2023 നമ്മളന്ന് കമ്പനിക്ക് ബ്രാൻഡിന് സ്കാൻ മൈ ഇൻവോയ്സ് എന്ന് പേരിടുമ്പോൾ അന്ന് നമുക്കൊരു സ്കാനറോ
ഈ ഒരു ഐഡിയ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊരു സ്കാൻ ചെയ്താൽ അക്കൗണ്ടിങ് കഴിയണം എന്നുള്ളത്. നമ്മൾ അതിലൂടെ കുറെ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള റിസർച്ചും കുറെ ഫെയിലിയറും അപ്സ് ആൻഡ് ഡൗൺസ് ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 6 മാസമായിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ ആക്ച്വൽ യൂസേഴ്സിലേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റിയത്. ഒരു ലാസ്റ്റ് മോർ ദാൻ 6 months ആയിട്ട് ശരിക്കും ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൻ മൈ ഇൻവോയ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവസാനിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൂർണ്ണതയിലേക്ക് എത്തുന്ന, സെയിൽസ് ആവട്ടെ പർച്ചേസ് ആവട്ടെ, നിങ്ങളൊരു ഇൻവോയ്സ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് ലെഡ്ജറിലേക്ക് പോയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ, ഒരു മാജിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്, സ്കാൻ മൈ ഇൻവോയ്സിനെ കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡെമോ വീഡിയോ നമ്മൾ ഇതിന് ശേഷം നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നത് എന്നതിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ മനോജ് സംസാരിച്ചതുപോലെ ഒരു 1 month ഫ്രീ വെർഷൻ അല്ലെങ്കിൽ ഒരു ട്രയൽ പീരീഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അവൈൽ ചെയ്യാം. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള മനോജിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു മനോജ്. അപ്പോൾ നമുക്ക് ഇത് ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു അറിയാനായിട്ട് കുറച്ച് കൂടുതലായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു വീഡിയോ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്കിതിന് ശേഷം നമുക്കൊന്ന് ആവശ്യമുള്ള ആളുകൾക്ക് കാണാനായിട്ട് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ എൻ്റെ ഒരു ഗസ്റ്റായിട്ട് വന്നതിൽ ഇത്രയും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. മൈ CA ചാനലിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കും ഇതൊരു വളരെ വലിയൊരു അവസരമാണ്. സാറിനെ പോലുള്ള ഒരു നല്ലൊരു യൂസേഴ്സ് ഉള്ള മോർ ദാൻ 1 lakh യൂസേഴ്സ് ഉള്ള വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലിൽ നമുക്കൊരു അവസരം കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ബ്രാൻഡ് വിസിബിലിറ്റിക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. നമുക്ക് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ scanmyinvoice.com അതാണ് നമ്മുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് 100% AI വെച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഒരു പ്രോഗ്രാമർ ഭാഷയിൽ പറഞ്ഞ ഒരു തരി കോഡ് അതിൽ എഴുതിയിട്ടില്ല മാനുവലി. എല്ലാം AI ഡ്രിവൺ വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞങ്ങൾ സാർ പറഞ്ഞ ഒരു 1 month ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കൊരു അവസരം തന്നതിന് നന്ദി. നമസ്കാരം. ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യുന്നത്, അതുപോലെ സെൽഫി എടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ഒരു ബിസിനസിന്റെ പർച്ചേസ് അക്കൗണ്ടിങ് ഓട്ടോമേഷൻ നമുക്ക് ചെയ്യാം. എന്റെ മുന്നില് ഒരു ബിസിനസിന്റെ ഒരു ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻവോയ്സുകളാണ്. ഇതിൽ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്, സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്. ഈ ഇൻവോയ്സുകളെ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ടാലി സോഫ്റ്റ്വെയറിലേക്ക് റിയൽ ടൈം അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. അതിനായി ആദ്യം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുക്കുന്നു. അതിൽ സ്കാൻ മൈ ഇൻവോയ്സിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണ് സ്കാൻ മൈ ഇൻവോയ്സ് ആപ്ലിക്കേഷൻ. ഇതില് ഈ മൊബൈലിൽ ഓൾറെഡി സെയിൽസ് ബില്ലോ പർച്ചേസ് ബില്ലോ ഉണ്ടെങ്കിൽ, ഗാലറിയിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. PDF ആയിട്ടോ ഇമേജ് ഫോർമാറ്റോ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻവോയ്സ് നമുക്ക് ഫോട്ടോ എടുക്കുന്നതായിട്ട് ഇവിടെ കാണിക്കാം. ഞാനത് ഓപ്പൺ ചെയ്തു, ക്യാമറ ഓപ്പൺ ചെയ്തു. ഞാനൊരു 2-3 ഇൻവോയ്സ് ആദ്യം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കാണിക്കാം. വൈഗ മാർക്കറ്റിംഗ് അതാണ് സപ്ലയറിന്റെ പേര്. ഞാനത് സ്കാനർ എൻ്റെ മൊബൈൽ ഇൻവോയ്സിന് മുകളിൽ ഹോൾഡ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി സ്കാനിങ് ആയി. നിങ്ങൾക്ക് കാണാം ഇതിൽ കണ്ടമാനം സ്ക്രിബ്ലിംഗ് ഉണ്ട്. വൈഗ മാർക്കറ്റിംഗ് SR അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇൻവോയ്സ് നമ്പർ എല്ലാതുകൊണ്ട് GS നമ്പർ എവറിത്തിങ് ഇൻവോയ്സിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ എം ഗോയിങ് ടു സേവ് ഇറ്റ്. ഫിനിഷ്. സക്സസ് ഡോക്യുമെന്റ് വിത്ത് പേജസ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡിംഗ് ഡോക്യുമെന്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഇനി ഇത് ടാലിയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ടാലിയുടെ സ്ക്രീൻ, ഗേറ്റ് വേ ഓഫ് ടാലി.
ഇതിലെ അപ്ലോഡ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് സ്കാൻ മൈ ഇൻവോയ്സിന്റെ ഒരു ഫോം ഇവിടെ അവൈലബിൾ ആവും. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അൺഇമ്പോർട്ടഡ് ഇൻവോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ അപ്ലോഡ് ചെയ്ത ട്രാൻസാക്ഷൻ ഇവിടെ റിഫ്ലക്ട് ആയിട്ടുണ്ട്. ഇത് അണ്ടർ എക്സ്ട്രാക്ഷൻ അണ്ടർ പ്രോസസ്സിലാണ്. മീൻ ടൈം നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻവോയ്സ് എക്സ്ട്രാക്ട് ചെയ്യാം, സ്കാൻ ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു SRന്റെ സെയിൽസ് ബില്ലാണ്. അഗെയിൻ ഞാനിവിടെ ഫോട്ടോ എടുക്കുന്നു. ഇത് പ്രാക്ടിക്കലി നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ട്രാവലിങ്ങിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് എക്സ്ട്രാക്റ്റഡ് ആയി, സ്കാൻഡ് ആയി, ഫിനിഷ്, സക്സസ്, അപ്ലോഡ്, സക്സസ്. നമുക്ക് നോക്കാം അത് ടാലിയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ റിഫ്രഷ് ബട്ടൺ ഉണ്ട്, ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. യെസ്, സെക്കൻഡ് ട്രാൻസാക്ഷൻ ഇവിടെ റിഫ്ലക്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി എക്സ്ട്രാക്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഒരു ഇൻവോയ്സും കൂടി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അഗെയിൻ നിങ്ങളൊരു GST പ്രാക്ടീഷണർ ആണെങ്കിൽ ഈ മൊബൈൽ ആപ്പ് നിങ്ങളുടെ ക്ലയന്റിന്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അവരുടെ അവിടെ നിന്ന് സ്കാൻ ചെയ്യുന്ന ആ മൊമെന്റില് നിങ്ങളുടെ ടാലിയില് ഇത് ഓട്ടോമാറ്റിക്കലി ഡേ ബുക്കിൽ വന്ന് സേവ് ആവുന്നതാണ്. അവിടെ അപ്ലോഡ് കൊടുക്കുന്നു, സക്സസ്. നമുക്ക് തിരിച്ച് ടാലിയിലോട്ട് പോവാം. ഞാൻ വീണ്ടും റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ ഇൻവോയ്സും ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ആദ്യത്തെ 2 ഇൻവോയ്സ് എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ സ്ക്രീനിൽ സപ്ലയർ ഓർ കസ്റ്റമർ. ഇത് സിസ്റ്റം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഈ കസ്റ്റമറിന്റെ വെൻഡർ ആണോ കസ്റ്റമർ ആണോ എന്നുള്ളത്. അതിന് ബേസ് ചെയ്തിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ ഇൻവോയ്സ് ടൈപ്പ് സെയിൽസ് ഇൻവോയ്സ് ആണോ പർച്ചേസ് ഇൻവോയ്സ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഈ 2 ട്രാൻസാക്ഷൻ ഓൾറെഡി എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. നമുക്കൊന്ന് റിഫ്രഷ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ട്രാൻസാക്ഷനും സക്സസ്ഫുള്ളി എക്സ്ട്രാക്റ്റഡ് ആയി. ഇതൊരു വാലിഡേഷൻ ആണ്. സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യും എക്സ്ട്രാക്റ്റഡ് ഡാറ്റാസും എല്ലാതും സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ള ഒരു വാലിഡേഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്കത് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം ടാലിയിലോട്ട്. ഞാൻ ആ ട്രാൻസാക്ഷൻ ഓപ്പൺ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന വൈഗ മാർക്കറ്റിങ്ങിന്റെ ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ഇൻവോയ്സ് കാണണം. അതിന് നമുക്ക് ഇവിടെ ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് ഈ സിസ്റ്റത്തിൽ ലോക്കൽ സിസ്റ്റത്തിലൂടെ സേവ് ആയി കിടക്കുന്നുണ്ട്. എനിക്കിവിടെ വ്യൂ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ ലോക്കൽ സിസ്റ്റത്തിൽ നിന്നും അത് ഇൻവോയ്സ് ഓപ്പൺ ആയിട്ട് വരും. ഓരോ ട്രാൻസാക്ഷനിലേക്ക് അത് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് നോക്കാം ഇതിന്റെ എക്സ്ട്രാക്ഷൻ ആക്യുറസി. ഇതാണ് വൈഗ മാർക്കറ്റിംഗിന്റെ ബില്ല്. സെയിം ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സെയിം ഇൻവോയ്സ് നമ്പർ ആൻഡ് ഇൻവോയ്സ് ഡേറ്റ്, എവരിതിങ് ഇസ് ദർ. ഓക്കെ, ഇതിൽ നമുക്ക് 12 ഐറ്റംസ് വരുന്നുണ്ട്. ഇവിടെ 12 ഐറ്റംസിന്റെ എക്സ്ട്രാക്ഷൻ വന്നിട്ടുണ്ട്, സക്സസ്ഫുൾ ആണ്. ഞാൻ ഇനി നമുക്ക് ഇതിൽ മറ്റൊരു ഓപ്ഷനാണ് ഈ ഐറ്റംസ് ഓട്ടോ ക്രിയേഷൻ. ഓട്ടോ ക്രിയേറ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഇൻവോയ്സിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് റിയൽ ടൈം വെരി ഇമ്മീഡിയറ്റ്ലി ക്വിക്കായിട്ട് അതിന്റെ HSN കോഡ് വൈസ് GST റേറ്റ് വൈസ് UOM മെഷേഴ്സ് എല്ലാം കവർ ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എസ്കേപ്പ്. ഐ എം ഗോയിങ് ടു ഇമ്പോർട്ട് ഇൻ ടു ടാലി. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വിത്ത് ഇൻവെന്ററി ഓർ അക്കൗണ്ട്സ്, വിത്തൗട്ട് ഇൻവെന്ററി. അക്കൗണ്ട്സ് ഓൺലി ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വിത്ത് ഇൻവെന്ററി സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തു, വിത്ത് ഇൻവെന്ററി ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി. നമുക്കത് ഡേ ബുക്കിൽ നോക്കാം. ഡേ ബുക്ക് 10th January ടുഡേ എൻ്റർ ചെയ്യുന്നു. ആ 12 ഐറ്റംസും ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓപ്ഷനാണ്. ഓൾറെഡി ആ ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിലെ ഐറ്റം ടാലിയിലെ ആ ഐറ്റം ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഐറ്റത്തിലൂടെ നമുക്ക് ഇതിനെ മാപ്പ് ചെയ്യാനും സാധിക്കും. വൺസ് ഇറ്റ് ഈസ് മാപ്ഡ്, നെക്സ്റ്റ് ടൈം ഓട്ടോമാറ്റിക്കലി ഈ ഇൻവോയ്സിന്റെ ഐറ്റം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടാലി ഐറ്റത്തിലേക്ക് അസൈൻഡ് ആയിട്ട് സേവ് ആവുന്നതാണ്. സോ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് മാനേജ്മെന്റും അവൈലബിൾ ആണ്, ഡാറ്റ ആക്യുറസി അവൈലബിൾ ആണ്,
അക്രോസ് നമ്മളോട് എൻഷുർ ചെയ്യുന്നുണ്ട്. Then we just want to save it. That's it. The purchase is saved. So ഈ ഒരു ഫീച്ചർ ടാലിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ബിലോ മെൻഷൻ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, scanmyinvoice.com. താങ്ക് യു.